പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, രക്ഷകനായ യേശുവേ, അവിടുത്തെ തിരുനാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തിരുസന്നിധിയിൽ ഒന്നുചേർന്ന് ഞങ്ങൾ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവനുള്ള സഭാംഗങ്ങളുടെ മേലും എല്ലാ സന്യാസ സമൂഹങ്ങളുടെ മേലും കുടുംബങ്ങളുടെ മേലും അവിടുത്തെ ദിവ്യപ്രകാശം പരത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളിച്ചത് യേശുവേ. അവിടുത്തെ ദിവ്യ വെളിച്ചം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലെ കുടുംബങ്ങളിലെ അന്ധകാരത്തെ നീക്കിക്കളയണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ കൂരിരുട്ട് ദിവ്യനാഥ അവിടുത്തെ ദിവ്യ സാന്നിധ്യം വഴി അകന്നു പോകട്ടെ. ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും എല്ലാം അവിടുത്തെ കൃപയുടെ സമഗ്രമായ അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ യോഗ്യതകൾ പരിഗണിക്കാതെ അവിടുത്തെ കുരിശിയാഗത്തിൻ്റെ യോഗ്യതയെ തൃക്കൺ പാർത്തുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, വചനം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് നിറയ്ക്കുകയും തിന്മയെ അതിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തുവേ, രക്ഷകനായ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ ഞങ്ങൾക്ക് വേണ്ടി ഉയർത്ത് എന്നെന്നും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അവിടുത്തെ ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെയും ലോകം മുഴുവനെയും അവിടുത്തെ അനുകമ്പ കൊണ്ട് അലിവ് കൊണ്ട് ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമീൻ. നിയമാവർത്തന പുസ്തകം അധ്യായം 11 തിരുവചനം 18 മുതൽ. ആകയാൽ എൻ്റെ ഈ വചനം ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തിൽ ധരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ വീടുകളുടെ കട്ടിലക്കാലുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘകാലം ഭൂമിക്ക് മുകളിൽ ആകാശം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം വസിക്കും. യേശു ക്രിസ്തുവിൽ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയും കുടുംബവും, പരിശുദ്ധ കുർബാനയും സമൂഹവും, പരിശുദ്ധ കുർബാനയും സമർപ്പണ ജീവിതവും എല്ലാം അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. സഭ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ ഇപ്രകാരം പറയും: ദ യൂക്രിസ്റ്റ് മേക്സ് ദ ചർച്ച്. പരിശുദ്ധ കുർബാന സഭയെ രൂപപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും നമുക്ക് പറയാം, ഈ ദിവ്യകാരുണ്യം തന്നെയാണ് കുടുംബങ്ങളെയും ക്രിസ്തുവിൽ രൂപപ്പെടുത്തുന്നതും വളർത്തുന്നതും വലുതാക്കുന്നതും. അതുപോലെ തന്നെ ദിവ്യകാരുണ്യമാണ്, പരിശുദ്ധ കുർബാനയാണ് സമൂഹത്തിൻ്റെ മുഴുവൻ ഉറവിടവും കേന്ദ്രവും പാരമ്യവും. ഈ ദിവ്യകാരുണ്യത്തിൽ സഭ രൂപപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ സമയത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ ആ രഹസ്യം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും എങ്ങനെയായിരിക്കണം എന്ന് ഗ്രഹിക്കാനായി ശ്രദ്ധിക്കാം. നമ്മൾ നോക്കിക്കേ, സീറോ മലബാർ റിത്തിൽ കുർബാന ആരംഭിക്കുന്നത് അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം. അതായത് അന്ന് ആ പെസഹ, കർത്താവിൻ്റെ പെസഹായുടെ ഓർമ്മയിലേക്ക്, പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലേക്ക് ഈ ഗാനത്തിലൂടെ തിരുസഭ മാതാവ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഒരു അനുസ്മരണത്തിൻ്റെ ആരംഭം അവിടെ കുറിക്കുകയാണ്. കർത്താവ് തന്നെ തൻ്റെ ദിവ്യകാരുണ്യ സ്ഥാപന സമയത്ത് പറഞ്ഞത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്നാണ്. യേശുവിൻ്റെ ഓർമ്മ ആചരണമാണ് വാസ്തവത്തിൽ ദിവ്യകാരുണ്യം.
പരിശുദ്ധ കുർബാന. ഈ അഥവാ രക്ഷാകര പദ്ധതിയുടെ ദൈവികമായ ഇടപെടലിൻ്റെ മുഴുവൻ അനുസ്മരണമാണ് ദിവ്യകാരുണ്യം. അപ്പോൾ ഒരു ദിവ്യകാരുണ്യത്തിൽ രൂപപ്പെടുന്ന കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയൊക്കെ അവസ്ഥ ദിവ്യകാരുണ്യത്തിൻ്റെ തത്വശാസ്ത്രമനുസരിച്ച് പ്രചോദനമനുസരിച്ച് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആയിരിക്കണമെന്നതാണ്. അപ്പോൾ അന്ന് പെസഹ അയവിറക്കുകയാണ്. കുടുംബം, സന്യാസ സമൂഹം ഇത് എങ്ങനെ അനുഗ്രഹപൂർണമായി മാറാം എന്ന് ചോദിച്ചാൽ അത് അയവിറക്കലിലൂടെയാണ്. അനുസ്മരിക്കുക. ദൈവം ഒരു കുടുംബത്തിന്, ദൈവം സഭകൾക്ക്, സമൂഹങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കൃപകളെയും ദിവ്യകാരുണ്യത്തിൽ ചേർത്ത് വെച്ച് അനുസ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവയെ ഓരോന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കുടുംബങ്ങളും സമൂഹങ്ങളും നിറയുകയാണ്. ഞാൻ വായിച്ചു കേട്ട നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായത്തിലെ 18 മുതലുള്ള വചനത്തിൽ കർത്താവ് പറയുന്നതാണല്ലോ, ഞാൻ ചെയ്ത വൻ കാര്യങ്ങൾ. ഇസ്രായേലിന് വേണ്ടി ദൈവം ചെറുതും വലുതുമായ നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആലോചിച്ച് നോക്കിയേ. മോശയെ വിളിക്കുന്നത്, ഈജിപ്തിലേക്ക് അയക്കുന്നത്, പറവോയുടെ മുൻപിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നത്, ചെങ്കടൽ കടന്നു വരുന്നത്, മരുഭൂമിയിൽ അപ്പവും മന്നയും കാടപ്പക്ഷിയൊക്കെ നൽകി തീറ്റിപ്പോറ്റുന്നത്, പാറ പിളർന്ന് ജലം നൽകുന്നത്, അങ്ങനെ തീർത്തും അസ്വാഭാവികമായ ഒട്ടനവധി അത്ഭുത പ്രവർത്തനത്തിലൂടെ, നന്മയിലൂടെയാണ് ദൈവം ഇസ്രായേലിനെ മരുഭൂമിയിൽ നിന്നും മരുപ്പച്ചയുള്ള കാനാൻ ദേശത്തേക്ക്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കുക. ആ ദൈവമാണ് പറയുന്നത്, മക്കളെ, ഞാനിപ്രകാരം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത രക്ഷയുടെയും മോചനത്തിൻ്റെയും ആ സത്വാർത്ത, ആ രഹസ്യങ്ങൾ മുഴുവൻ അനുസ്മരിക്കുക. അനുസ്മരിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, നിങ്ങളെ ഞാൻ തലമുറകൾ തോറും വീണ്ടും വീണ്ടും അനുഗ്രഹിക്കും. പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നതാണ്. തലമുറകൾ തോറുമുള്ള അനുഗ്രഹത്തിന് നമ്മൾ യോഗ്യരായി മാറുന്നത് ദൈവം ചെയ്ത വൻകാര്യങ്ങൾ അനുസ്മരിക്കുമ്പോഴാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു കുടുംബം എന്ന നിലയ്ക്ക്, ഒരു സന്യാസ സഭ എന്ന നിലയ്ക്ക് ദൈവം നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നിരവധിയായ ദൈവിക കൃപകളെ ഓർത്തോർത്തോർത്ത് ഒന്നിച്ചിരുന്ന് കുടുംബാംഗങ്ങൾ, സഭാംഗങ്ങൾ, സമൂഹാംഗങ്ങൾ, ഇടവകാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് അയവിറക്കുകയും അനുസ്മരിക്കുകയും അവയെ ഓർത്ത് ദൈവത്തെ നന്ദി പറയുകയും ചെയ്യുമ്പോൾ അത് തുടർന്നുള്ള ദൈവത്തിൻ്റെ കൃപയുടെ നീർച്ചാലിന് നിദാനമായി ഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ നന്ദി, കർത്താവേ മഹത്വം. അങ്ങ് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, ഇടവകകളുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ കൃപകളെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ഇടവകളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയെല്ലാം രൂപപ്പെടുത്തിയതിനെ ഓർത്ത്, പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചാരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരം നാം ദൈവത്തെ അനുസ്മരിച്ച്, ദൈവത്തെ ഓർക്കുമ്പോൾ, ദൈവം ചെയ്ത വൻകാര്യങ്ങൾ അനുസ്മരിക്കുമ്പോൾ ദൈവിക കൃപകൾക്ക് വീണ്ടും നാം ഉടമസ്ഥരാവുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ കർത്താവ് പറയുന്നതാണ്, കർത്താവിൻ്റെ വൻകാര്യങ്ങൾ അനുസ്മരിക്കുക ദിവ്യകാരുണ്യത്തിൽ നടക്കുന്നതാണ്. ദൈവം ചെയ്ത വൻകാര്യങ്ങളെ അനുസ്മരിച്ച് അയവിറക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. രക്ഷാകര കർമ്മത്തിൻ്റെ വലിയ ഒരു നിമിഷം എന്ന് പറയുന്നത് യേശുവിൻ്റെ മനുഷ്യാവതാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1 മുതൽ 5 വരെയും 14-ാം വചനത്തിൽ നമ്മൾ വായിക്കും, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ മാംസം ധരിച്ച വചനത്തെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്ന ഇപ്രകാരമാണ്: ദൈവത്തോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ യേശുക്രിസ്തു ദൈവപുത്രൻ തന്നെ ശൂന്യവൽക്കരിച്ച് ദാസന്റെ രൂപത്തിലായി ആകൃതിയിൽ മനുഷ്യനെ പോലെയായി. ദൈവത്തോടുള്ള ആ ഇക്വാളിറ്റി യേശുക്രിസ്തു ഉപേക്ഷിച്ചു. ഇങ്ങനെ മനുഷ്യാവതാരത്തിൻ്റെ ആദ്യ നിമിഷം നിറഞ്ഞു നിൽക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ
അതിസ്വാഭാവികമായ വിധത്തിലുള്ള മനുഷ്യ മക്കളുള്ള സ്നേഹവും ആ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആഴമായ ഒരു ശൂന്യവൽക്കരണവുമാണ്. സെൽഫ് എംപ്റ്റിനെസ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ഈ ശൂന്യവൽക്കരണം അത് അനുസ്മരിക്കുക. ഈ കുരിശിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഈ സ്വയം വെറുമിയാക്കലാണ്, ഈ ശൂന്യവൽക്കരണമാണ്, ദാസന്റെ രൂപം സ്വീകരിക്കലാണ്, ഈ എളിമപ്പെടുത്തലാണ്. അത് അനുസ്മരിക്കാൻ പറയുക. അത് അനുസ്മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുക? ദൈവകൃപ ലഭിക്കും. മാത്രമല്ല, ഈ അനുസ്മരണത്തിലൂടെ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ മനുഷ്യാവതാര രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മോട് തിരുസഭ ആവശ്യപ്പെടുന്നത്, മിശിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താ? കുടുംബങ്ങളിൽ ശൂന്യവൽക്കരണത്തിൻ്റെ സുവിശേഷമാകണമെന്നാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശൂന്യവൽക്കരണത്തിൻ്റെ സുവിശേഷമാണ്. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഉള്ള ശൂന്യവൽക്കരണത്തിൻ്റെ സുവിശേഷമാണ് പ്രഘോഷിക്കേണ്ടത്, കാണിക്കേണ്ടത്. അതുപോലെ സന്യാസ സഭ എന്ന് പറയുന്നത് അതാണ്. സന്യാസ സഭ എന്ന് പറയുന്നത് അവിടെ ദൈവത്തിൻ്റെ കൃപയുടെ നീർച്ചാല ഉണ്ടാകുന്നത് സഭാംഗങ്ങളുടെ ഇടയിൽ, സമർപ്പിതരുടെ ജീവിതത്തിൽ ഈ ശൂന്യവൽക്കരണം നിറയുമ്പോഴാണ്. ഓരോ വ്യക്തിയും സമൂഹത്തിന് വേണ്ടി, സമൂഹ അംഗങ്ങൾക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി, മനുഷ്യരാശിക്ക് വേണ്ടി സ്വയം ശൂന്യവൽക്കരിക്കുകയാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ രഹസ്യം അതാണ്. അങ്ങനെ ശൂന്യവൽക്കരിക്കുന്ന സമൂഹമാണ്, കമ്മ്യൂണിറ്റിയാണ്, കുടുംബമാണ്, ഇടവകയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റേതെന്ന് പറയാൻ പറ്റുന്നത്. ഈ സെൽഫ് എംപ്റ്റിനെസ്സിലൂടെ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഓരോ അംഗങ്ങളും സഹജീവികൾക്ക് വേണ്ടി, സഹപ്രവർത്തകർക്ക് വേണ്ടി ശൂന്യവൽക്കരിക്കുക, സ്വയം മറക്കുക, സ്വയം ദാനം ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം, പരിശുദ്ധ കുർബാനയിലെ സമൂഹം എന്ന് പറയുന്നത് അതാണ്. ശൂന്യവൽക്കരണത്തിൻ്റെ സമൂഹമാണ് പരിശുദ്ധ കുർബാനയിലെ സമൂഹം. ശൂന്യവൽക്കരണത്തിൻ്റെ ഇടവകയാണ് പരിശുദ്ധ കുർബാനയുടെ ഇടവക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് ഇടവകയാകുന്നില്ല വാസ്തവത്തിൽ. അപ്പോൾ ഇടവക അംഗങ്ങൾ ഇപ്രകാരം സ്വയം ശൂന്യവൽക്കരിക്കുമ്പോൾ എങ്ങനെ സ്വയം മറന്ന് സമൂഹത്തിന് വേണ്ടി, ഇടവകയിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി ശൂന്യവൽക്കരിക്കുമ്പോൾ അവർ ദിവ്യകാരുണ്യം അനുസ്മരിക്കുകയാണ് ചെയ്യുക. അഥവാ ദിവ്യകാരുണ്യം ആഘോഷിക്കുകയാണ്, അല്ലെങ്കിൽ ദിവ്യകാരുണ്യം ജീവിക്കുകയാണ് ചെയ്യുക. ബെനഡിക്ട് മാർപ്പാപ്പയുടെ സാക്രമെന്തും കാരിത്താത്തിസ് എന്ന് പറയുന്ന അപ്പസ്തോലിക് ലെറ്ററിൽ അതിൻ്റെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ആ പുസ്തകത്തിൽ തന്നെ ഉള്ളത്, ആ പ്രബോധനത്തിലുള്ളത്. അതിൽ ഒന്നിതാണ്, കുർബാന എന്ന് പറയുന്നത് വിശ്വസിക്കേണ്ട ഒരു രഹസ്യമാണ്, മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. രണ്ടാമത് പിതാവ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മിസ്റ്ററി ടു ബി സെലിബ്രേറ്റഡ്, ആഘോഷിക്കേണ്ട, അർപ്പിക്കേണ്ട ഒരു രഹസ്യമാണ് പരിശുദ്ധ കുർബാന. മൂന്നാമത് പിതാവ് പറയും മിസ്റ്ററി ടു ബി ലീവ്ഡ്, ജീവിക്കേണ്ട കുദാശയാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ പരിശുദ്ധ കുർബാന ജീവിക്കുമ്പോഴാണ് കുടുംബം, ക്രൈസ്തവ കുടുംബമായി ഇമ്പമുള്ളതായി മാറുക. പരിശുദ്ധ കുർബാന ജീവിക്കുമ്പോഴാണ് ക്രൈസ്തവ ഇടവകകൾ ക്രിസ്തുവിൻ്റെ ദേവാലയമായി, ഇടവകയായി, കൂട്ടായ്മയായി മാറുന്നത്. പരിശുദ്ധ കുർബാന ജീവിക്കുമ്പോഴാണ് സന്യാസ സഭകൾ സമൂഹമായി, കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നത്. അത് എങ്ങനെ ജീവിക്കണമെന്ന കുർബാനയുടെ ആരംഭത്തിൽ പറയുന്നത് ഈ സെൽഫ് എംപ്റ്റിനെസ്സിലൂടെയാണ്. മനുഷ്യാവതാര രഹസ്യം അത് ജീവിക്കുക. അതിൻ്റെ രഹസ്യത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും സ്വയം എളിമപ്പെടുത്തലിൻ്റെയും സ്വയം ചെറുതാകലിൻ്റെതുമായ രഹസ്യമാണ്. ഇത്ര ചെറുതാകാൻ എത്ര വളരണം. നമ്മൾ കുർബാനയെ ഓർക്കുമ്പോൾ അതാണല്ലോ പാടുന്നത്, ഇത്ര ചെറുതാകാൻ എത്ര വളരണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തന്നെ പറയേണ്ടതാണ്, ഇത്ര ചെറുതാകാൻ ഇനിയും ഞാൻ എത്രയോ വളരേണ്ടിയിരിക്കുന്നു, എത്രയോ ഉയരേണ്ടിയിരിക്കുന്നു, ഞാൻ ഇനിയും എത്രയോ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്വയം ചെറുതായി മറ്റുള്ളവരെ വലുതാക്കി മാറ്റുന്നതാണ് ദിവ്യകാരുണ്യ രഹസ്യം. അതാണ് സമൂഹത്തിൻ്റെ, സഭയുടെ, ഇടവകയുടെ അന്തസത്തയിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ കുടുംബവും ഇടവകയും സന്യാസ സമൂഹവും ഒക്കെ അനുഗ്രഹമായി മാറുന്നതും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഓർത്ത് നോക്കിയേ, കുർബാനയുടെ ഈ ആരംഭ പ്രാർത്ഥന കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് കാണുന്നത് ഗ്ലോറി ടു ഗോഡ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. എന്താ അതിൻ്റെ അർത്ഥം? ഈ ഏകജാതനെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ അബ്ബാ പിതാവേ, സ്വർഗീയ പിതാവേ, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ കൈവുകൾ കൂപ്പുന്നു, ശിരസ്സുകൾ നമിക്കുന്നു.
ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ, അങ്ങയുടെ ഏകജാതൻ, ആ ഏകജാതനെ ഈ മണ്ണിലേക്ക് മനുഷ്യനായി നീ അയച്ചിരിക്കുന്നുവല്ലോ, ഞങ്ങളുടെ രക്ഷകനായി നീ അയച്ചിരിക്കുന്നുവല്ലോ. ഇതാ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ മാലാഖമാര് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയ സഹോദരി സഹോദരന്മാരെ, പരമാർത്ഥത്തിൽ കുർബാനയുടെ ആരംഭത്തിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒപ്പം നമ്മൾ ഒരു കാര്യം നമ്മളോടും ലോകത്തോടും പറയുകയല്ലേ? എന്ത്? ജീവിതം എന്ന് പറയുന്നത് ഇപ്രകാരം പരസ്പരം ഗ്ലോറി മഹത്വപ്പെടുത്തുമ്പോഴാണ് സുന്ദരമാകുന്നത്. ജീവിതം സുന്ദരമാകുന്നത് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തുമ്പോഴല്ല, മറിച്ച് കുടുംബാംഗങ്ങൾ, ഇടവകാംഗങ്ങൾ, സന്യാസ സമൂഹങ്ങൾ, കമ്മ്യൂണിറ്റി, ഈ സമൂഹങ്ങൾ പരസ്പരം അവരുടെ നന്മയെ കാണുകയും ഏറ്റുപറഞ്ഞ് അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ്. ഇത് ക്രൈസ്തവ ദർശനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണെന്ന് പറയാം. ഏത്? ഗ്ലോറി ടു ഗോഡ്, നന്നായിരിക്കുന്നു എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ദൈവം തൻ്റെ തന്നെ സൃഷ്ടിയെ നോക്കിക്കൊണ്ട് ആവർത്തിച്ച് പറയുന്നൊരു വചനമുണ്ടല്ലോ. എന്താ അത്? 1-ാം അധ്യായത്തിൽ നന്നായിരിക്കുന്നു, കൊള്ളാം, നന്നായിരിക്കുന്നു, യെസ് ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറയുന്ന ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇടവകയിൽ വികാരിയച്ഛനും കൊച്ചച്ഛനും വികാരിയച്ഛനും ജനങ്ങളും എല്ലാം ഈ ഒരു സമീപനം, ഈ നന്മയെ കാണുന്ന, നന്മയെ ഉയർത്തിപ്പിടിക്കുന്ന, നന്മയെ പരിപോഷിപ്പിക്കുന്ന, നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം നമ്മുടെ ഇടവകയിലുണ്ടാകുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുമ്പോൾ, നമ്മുടെ സന്യാസ സമൂഹങ്ങളിലുണ്ടാകുമ്പോൾ സമൂഹം, നമ്മുടെ ജീവിതം, വിശ്വാസ ജീവിതം സുന്ദരമാവുകയാണ്. കൊള്ളാൻ, നന്നായിരിക്കുന്നു, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ യാക്കോബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് 3-ാം അധ്യായത്തിൽ, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വചനത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് കീർത്തനം ആലപിക്കുന്ന, ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ഉതിർത്തുന്ന നാവിൽ നിന്നും എങ്ങനെ സഹോദരങ്ങളെ ശപിക്കാൻ പറ്റും? സഹോദരങ്ങളെ പ്രാകാൻ പറ്റും? സഹോദരങ്ങൾക്കെതിരെ തിന്മ പറയുവാനും വിചാരിക്കാനും പറ്റും? യാക്കോബ് ചോദിക്കുക, ഒരേ ഉറവക്കണ്ണിയിൽ നിന്ന് നല്ലതും ചീത്തയുമായ വെള്ളം, കയ്പും മാധുര്യവും നിറഞ്ഞ വെള്ളം പുറപ്പെടുമോ? ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സന്യാസ സമർപ്പണ ജീവിതം, നമ്മുടെ സമൂഹ ജീവിതം ഇപ്രകാരം മഹത്വപ്പെടുത്തുന്നതായിരിക്കണം, നന്മ കണ്ടെത്തുന്നതായിരിക്കണം, നന്മയെ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം, നന്മയ്ക്ക് വേണ്ടി പോരാടുന്നതായിരിക്കണം. ഈശോ മിശിഹായുടെ സ്വഭാവവും അതുതന്നെയായിരുന്നു. ഈശോ ആരിലും ഒരു തിന്മയുടെ ശൈലിയല്ല കണ്ടത്, മറിച്ച് ആ തിന്മയൊക്കെ ഉണ്ടായിരിക്കെ പോലും ആ തിന്മയേക്കാൾ അധികമായി ഏതെങ്കിലും ഒരു വ്യക്തിയിലോ കുടുംബത്തിലോ സമൂഹത്തിലോ ഈശോ കണ്ടത് എന്താണെന്നോ, അവരിൽ നിഗൂഢമായി ആയിരിക്കാം, അല്ലാതിരിക്കാം, എന്തെങ്കിലും ഒരു നന്മയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എല്ലാവരും വ്യഭിചാരിണി എന്ന് മുദ്രകുത്തി കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷം യേശുവിൻ്റെ പക്കൽ കൊണ്ടുവന്നു. അപ്പോൾ അവളുടെ പേര് പോലും അവർ മറന്നു കഴിഞ്ഞു. അവളെ വിളിക്കുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നായിരിക്കാം, വ്യഭിചാരിണി എന്നായിരിക്കാം. പക്ഷെ ഈശോ അവളെ വിളിച്ചതോ സ്ത്രീയെ എന്നാണ്. അമ്മയെ എന്ന് വിളിക്കുന്നത് പോലെ അങ്ങേയറ്റം ബഹുമാന പുരസ്കരം ഈശോ വിളിച്ചു സ്ത്രീയെ എന്ന്. എന്താ? ഈശോ അവളിൽ സ്ത്രീത്വം കണ്ടു. അവളിലെ മാലിന്യമല്ല, കുമ്പാരമല്ല ഈശോ കണ്ടത്. യോഹന്നാൻ മാംദാനിയെ കാണുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്ന അപ്രോച്ച് എന്ന് എടുത്തു നോക്കി ഈശോയുടെ. എന്താ അത്? ഒരുപക്ഷെ യോഹന്നാനെ ഭൂരിപക്ഷം ആളുകളും കണ്ടപ്പോൾ കിറുക്കനെന്നോ വട്ടനെന്നോ പ്രാകൃതനെന്നോ ഒക്കെ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈശോ പറയുന്ന വചനം അതീവ ശ്രദ്ധേയമാണ്. തന്നെ നിഷേധിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈശോ പറയുകയാണ്, എന്ത്? സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാൻ മാംദാനിയേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം വലിയ ഒരു സമീപനം, ഒരു ഹൃദയ വിശാലത യേശു കൂടി എടുക്കുകയാണ്. ഹൃദയ വിശാലതയോടുകൂടി യേശു യോഹന്നാനെ ഉയർത്തി നിർത്തുകയാണ്. അതുപോലെ തന്നെ ഈശോ നോക്കുകയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും കൊണ്ടുവന്ന് ഭണ്ഡാരത്തിൽ നേർച്ചയിട്ടു. ഒരു പാവപ്പെട്ട സ്ത്രീ 2 ചെമ്പ് തൊട്ട് കൊണ്ടുവന്ന് നേർച്ചയിട്ടു. അത് വാസ്തവത്തിൽ അതിനു മുൻപിട്ട പണക്കിഴിയുടെ ഒരു തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ ഈശോ എന്താ പറയുന്നത്? ഈശോ അതിലെ നന്മയാണ്, ആ സ്ത്രീയുടെ ഹൃദയ ഭാവങ്ങളാണ്,
ആ സമർപ്പണ ചൈതന്യമാണ് ഉയർത്തിക്കാട്ടുന്നത്. അവിടുന്ന് എന്താ പറയുന്നത്? ഈ സ്ത്രീ മറ്റാരേക്കാൾ നിക്ഷേപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! മറ്റാരേക്കാൾ നിക്ഷേപിച്ചിരിക്കുന്നു. അതിനുശേഷം പറയുന്നത് എന്താ? അവളുടെ ഈ കാര്യങ്ങൾ, ഇത് സൽകൃത്യമാണ്, എല്ലായിടത്തും പ്രഘോഷിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ഒരു മനോഭാവം, എന്തിലും ഏതിലും നന്മ കാണുക, നന്മ കാണുക, അതാണ് യൂക്രിസ്റ്റിക് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ കുടുംബത്തിലും ഇടവകകളിലും സമൂഹങ്ങളിലും ഉണ്ടാകേണ്ടതും ഈ ഒരു അപ്രോച്ചാണ്, ഈ ഒരു സമീപനം. എന്തിലും നന്മ കാണുക. നമ്മൾ നോക്കുകയെ, അതിനാൽ തന്നെ ഈ ലോകത്തിൽ ഒരു വേസ്റ്റും ഇല്ല എന്നാ പറയുക. നമ്മൾ വേസ്റ്റ് എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്നത് പലതും മറ്റു പലർക്കും വിശിഷ്ടമാണ്, മറ്റു പലതിനും വിശിഷ്ടമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ഇവിടുത്തെ വേസ്റ്റുകൾ കൂട്ടി തന്നെ ഇന്ന് എത്രമാത്രം ജൈവവളങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു കാലത്ത് നമ്മൾ വലിച്ചെറിഞ്ഞ പലതും ഇന്ന് എത്രയോ നല്ലതാണ്. അപ്പോൾ ഒന്നിലും അതിനാൽ തന്നെ തിന്മയില്ല. ഒരുവരിലും ഒരുവളിലും അതിനാൽ തന്നെ തിന്മയില്ല. അവരിലൊക്കെ ഒരു ദൈവിക ചൈതന്യമുണ്ട്. ആ ദൈവിക ചൈതന്യത്തെ നമ്മൾ പൊടി തട്ടിക്കളഞ്ഞ് ഉയർത്തിപ്പിടിക്കുമ്പോൾ അവർക്കതിലേക്ക് വളരാൻ പറ്റും. നമ്മൾ നോക്കുകയെ, ഈ ചെളിയിൽ കിടക്കുന്ന ചെളിയും മണലും ഒരാടെ കൂട്ടിക്കിടപ്പുണ്ട് ചില പുഴയിൽ. അതിനകത്ത് സ്വർണ്ണത്തരികളുണ്ട്. ആ സ്വർണം തേടി നടക്കുന്നവർ എന്താ ചെയ്യുന്നത്? ഇതിങ്ങനെ ചട്ടിയിലെടുത്തിട്ട് വെള്ളത്തിലിട്ട് കുഴച്ച് അരിച്ചുകൊണ്ടിരിക്കും. കുറേ സമയം ഇങ്ങനെ കഴിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? സ്വർണ്ണത്തരികൾ തെളിഞ്ഞു വരും. ഇതുപോലെയാ എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. ഈ നമ്മുടെ കൂടെ താമസിക്കുന്ന സമൂഹാംഗങ്ങളിൽ പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ ബ്രദേഴ്സ്, ഒത്തിരി നന്മകളുണ്ട്. ഈ നന്മകളെ നമ്മൾ ഉയർത്തി അവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കുമ്പോൾ, അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ അവർ ഉപരി നന്മയിലേക്ക് വളർന്നുകൊണ്ടിരിക്കും. അതാണ് കുർബാനയിൽ നമ്മൾ ചെയ്യേണ്ടത്. കുർബാന നമ്മെ പഠിപ്പിക്കുന്നത് ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു ഗോഡ് എന്ന് പറയുന്ന നാവുകൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ, അത്യുന്നതങ്ങളിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്ന നാവുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളുടെ മഹത്വം, നന്മ ഉയർത്തുക, നന്മ കാണുക, നന്മ പറയുക. അങ്ങനെ നന്മയുടെ ഒരു ലോകം പടുത്തുയർത്തുവാനുള്ള ആത്മീയ പ്രചോദനമാണ് ദിവ്യകാരുണ്യത്തിലെ യേശു നമുക്ക് നൽകുന്നത്. ആ ആത്മീയ പ്രചോദനത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. നമ്മളതാണ് തുടർന്ന് കാണുന്നതെല്ലാം. പരിശുദ്ധ കുർബാനയുടെ സർവാധിപനാം കർത്താവേ, ആ ഗാനത്തിൻ്റെ സെക്കൻഡ് സ്റ്റാൻസിലേക്ക് നമ്മുടെ മനസ്സ് തിരിച്ച്, മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ നൽകുന്നു. പുനരുത്ഥാന ചിന്തയാണ് അവിടെ നടക്കുക. ഈ പുനരുത്ഥാനത്തിൻ്റെ ചിന്തയാണ് വാസ്തവത്തിൽ ജീവിതത്തെ കർമ്മോന്മുഖമാക്കുന്നത്, ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ സന്യാസ സഭയിൽ നിരന്തരം ഉണ്ടായിരിക്കേണ്ടത് ഈ പുനരുത്ഥാനത്തിൻ്റെ ഒരു ആധ്യാത്മികതയാണ്. ഈ തകർച്ചയിലും ഈ വേദനയിലും ഈ പ്രതിസന്ധികളിലും ഈ ജീവിതത്തിൽ തന്നെയും വരാനിരിക്കുന്ന മഹത്വം, വരാനിരിക്കുന്ന ആ പുനരുത്ഥാന ചിന്ത, സ്വർഗീയമായൊരു ചിന്ത, ഇന്ന് അത് എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, എങ്ങനെയൊക്കെയോ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളും സമൂഹ ജീവിതത്തിൽ, സന്യാസ ജീവിതത്തിൽ ഏതാണ്ട് ലോകത്തോടാണ് കൂടുതൽ അടുക്കുന്നത്, ദൈവത്തോടല്ല, സ്വർഗത്തോടല്ല, സ്വർഗീയ ദർശനങ്ങളോടല്ല, സ്വർഗീയ കാഴ്ചപ്പാടുകളോടല്ല. നമ്മൾ ആത്യന്തികമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സമൂഹങ്ങൾ, സന്യാസ സഭകൾ, സന്യാസ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി കൂടുതൽ ലോകത്തോടടുക്കുന്നു. വെറും ചപ്പും ചവറുമായ ഈ നശ്വരമായ ലോകത്തോടടുക്കുക. അങ്ങനെ വരുമ്പോഴോ ഈ ലോകത്തിൻ്റെ കുന്നുകൂട്ടലിൻ്റെ ആധ്യാത്മികത, വാരിക്കൂട്ടലിൻ്റെ ആധ്യാത്മികത, ഈ സ്വന്തമാക്കലിൻ്റെ ആധ്യാത്മികത, അതെല്ലാം നമ്മെ വേട്ടയാടുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് സന്യാസത്തിൻ്റെ അന്തസത്തയാണ്. തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വിശുദ്ധ കുർബാന നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ സമർപ്പണ ജീവിതം, നമ്മുടെ സമൂഹ ജീവിതം സ്വർഗോന്മുഖമാകണം. പുനരുത്ഥാന ചിന്ത. മക്കബായുടെ പുസ്തകത്തിൽ വളരെ രസകരമായൊരു സംഭവമുണ്ട്. 2-ാം പുസ്തകത്തിൽ 7 മക്കളുടെയും അമ്മയുടെയും കഥ. അവിടെ നമ്മൾ ശ്രദ്ധേയമായ കാര്യം, ഈ 7 മക്കളും വിഗ്രഹ ആരാധനയ്ക്ക് വിധേയരാകാത്തത് കൊണ്ട് പീഡിപ്പിക്കപ്പെടുകയാണ്. അമ്മയും മക്കളും പീഡിപ്പിക്കപ്പെടുക. ഓരോ മക്കളെയും അതിക്രൂരമായ നിഷ്ഠൂരമായ വിധത്തിൽ കൊന്നിടുമ്പോഴും വെട്ടി നുറുക്കുമ്പോഴും
അമ്മ മക്കളോട് പറയുന്ന കാര്യമുണ്ട്, ഒരു പുനരുത്ഥാനത്തിൻ്റെ രഹസ്യം. മക്കളെ, എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ ഉദരത്തിൽ ഉണ്ടായതെന്ന്, നിങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന്. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നിങ്ങൾക്ക് ശരീരവും മനസ്സും ഒക്കെ നൽകിയ ആ ദൈവമുണ്ടല്ലോ, ആ ദൈവത്തെ മുറുകെ പിടിക്കുക. അവൻ നിങ്ങൾക്ക് അവനിലുള്ള വിശ്വാസം നിങ്ങൾ മുറുകെ പിടിക്കുക, മരണം കൈവരിക്കുക. അമ്മ പറയാം, മരണം കൈവരിക്കുക വിശ്വാസത്തിന് വേണ്ടി. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഇവിടെ ഈ മണ്ണില് ജീവനും ശരീരവും നൽകിയവൻ നിങ്ങളുടെ ആത്മാവിന് സ്വർഗത്തിൽ അനന്തമായ ഐശ്വര്യപൂർണമായ പുനരുത്ഥാന ജീവൻ നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മയും 7 മക്കളും മരിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ പുനരുത്ഥാനത്തിലുള്ള അവരുടെ ഉറച്ച ബോധ്യം ജീവിതത്തിൻ്റെ സകലവിധ പീഡകളെയും നിന്ദനങ്ങളെയും ശാരീരികവും മാനസികവുമായ നൊമ്പരങ്ങളെയും ഏറ്റെടുക്കുവാൻ ശക്തിപ്പെടുത്തി. സന്യാസ സഭകളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ഈ പുനരുത്ഥാനത്തിൻ്റെ രഹസ്യമാണ്. മർത്യനിത്യ മഹോന്നതമാം ഉത്ഥാനം നീ നൽകുന്നു. മർത്യന് നൽകുന്നുവെങ്കിൽ ആ മർത്യതയുടെ ആ മനുഷ്യർക്കുടെ ജീവിതത്തിൽ നിന്നും കയറി വന്ന സന്യാസ സഭ, അതായത് നമ്മുടെ ജീവിതം, ആ ജീവിതം പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ ബ്രദേഴ്സ്, പുനരുത്ഥാനത്തിൻ്റെ ജീവിതമാണ്. പുനരുത്ഥാനത്തിൻ്റെ ചിന്ത നമ്മുടെ സിരകളിൽ ശക്തിയായിട്ട് മാറണം. നമ്മുടെ ഞരമ്പുകൾക്ക് ശക്തി പകരണം. പുനരുത്ഥാനത്തിൻ്റെ ചിന്ത നമ്മുടെ ഹൃദയത്തിന് ബലം പകരണം. പുനരുത്ഥാനത്തിൻ്റെ ചിന്ത നമ്മുടെ സമർപ്പണ പാതകളിൽ നമുക്ക് വെളിച്ചം നൽകണം. പുനരുത്ഥാനത്തിൻ്റെ ചിന്ത നമ്മുടെ സമൂഹ ജീവിതത്തിൽ പരസ്പരം വിട്ടുവീഴ്ചയ്ക്കും പരസ്പരം പങ്കുവെക്കലിനുമുള്ള ആത്മീയ ശക്തി പകരണം. പ്രിയപ്പെട്ടവരെ, അതാണ് കുർബാനയുടെ ആരംഭത്തിൽ നാം ഏറ്റുപാടുന്നത്. ഈ കുർബാനയുടെ ചൈതന്യം, മിസ്റ്ററി ടു ബി ലീവ്ഡ്, കുർബാന എന്ന് പറയുന്നത് ജീവിക്കേണ്ട രഹസ്യമാണെന്ന് തിരുസഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ജീവിക്കുമ്പോഴാണ്, സന്യാസ സഭയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് സന്യാസ സഭ സുന്ദരമാകുന്നത്, സമൂഹ ജീവിതം അനുഗ്രഹമായി മാറുന്നത്. അപ്പോൾ നമുക്കും പറയാൻ പറ്റും, സഹോദരിമാര് ഒന്നിച്ചു വസിക്കുന്നത് എത്രയോ ആനന്ദകരം, എത്രയോ സന്തോഷകരം. വിശുദ്ധ വിൻസെന്റ് ഇപ്പോൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ്, എത്ര ആനന്ദം, എത്ര സുന്ദരം, എത്ര മനോഹരം, എത്ര സ്വർഗീയം ഈ കൂട്ടായ്മയിലുള്ള സന്യാസ ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തിന് മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ സന്യാസ സമൂഹ ജീവിതം, നമ്മുടെ ഇടവകയിലുള്ള കൂട്ടായ്മ, നമ്മുടെ കുടുംബത്തിലുള്ള കൂട്ടായ്മ, ഇതെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ആ ദൈവിക പദ്ധതി പൂർത്തിയാക്കുവാൻ നമ്മെ സഹായിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ എല്ലാ നന്മകളെ അനുസ്മരിക്കുമ്പോഴാണ്, അവയോർത്ത് ദൈവം നന്ദി പറയുമ്പോഴാണ്, സ്വർഗീയ ചിന്തകൾ കൊണ്ട് നമ്മൾ നിറയുമ്പോഴാണ്, എല്ലാറ്റിലും എല്ലായ്പ്പോഴും നന്മ കാണുകയും അത് പകർന്നു കൊടുക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമ്പോഴാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ ദിവ്യകാരുണ്യത്തിൽ മുഴങ്ങുന്ന ആ ആത്മീയ ചൈതന്യം, ആ ജീവിത ശൈലി, ആ സംസാര ശൈലി, കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുദിന മണ്ഡലങ്ങളിലെ അനുദിന പ്രവർത്തന സാഹചര്യങ്ങളിൽ ജീവിച്ചു തീർക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സന്യാസ സഭകളെയും ഇടവകകളെയും കുടുംബങ്ങളെയും എല്ലാം കർത്താവെ, ഈ ദിവ്യകാരുണ്യ ചൈതന്യത്തിൽ അനുദിനം പരിപോഷിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഒഴുകുന്ന ആത്മീയത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ വളരട്ടെ. അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങൾ ബലം പ്രാപിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ ശക്തരാകട്ടെ. ദൈവമായ കർത്താവെ, അവിടുത്തേക്ക് സ്തുതിയും സ്തോത്രവും ആരാധനയും എന്നും എന്നേക്കും. ആമേൻ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.
www.sannyasarch.org.